വെട്ടിച്ചെറിയും കഴിഞ്ഞ് കഞ്ഞിപ്പൂരെത്തി. എന്താടാ എത്ര നേരായടാ? അസ്സലാമലൈക്കും. എത്ര നേരായി? ഇതെന്തത് അരുവിലൊക്കെ വന്നിരിക്കും. നീ എനിക്ക് തലപ്പത്തിരിക്കണം. ഉള്ളിൽ കയറി എടാ ചെങ്ങായി, പണ്ടത്തെ ഇന്ത്യയില്ല, അല്ല പണ്ടത്തെ കേരളമുള്ള ഇന്നത്തെ കേരളം. ഒരു മണിക്കൂർ വളാഞ്ചേരിക്ക് പോകണം. പക്ഷെ ഇന്നത്തെ ഈ ടൈമിൽ അരമണിക്കൂർ മതി. കുറച്ച് കഴിഞ്ഞിട്ട് അതിനൊരു ഇല്ലു സാധാ ഇല്ല വേണ്ടി എന്താ കാരണവരെ പിടിച്ച് മുന്നിലിരുത്തിക്കണേ? സാധാരണ അങ്ങനെയല്ലല്ലോ. കാരണവരെ മുന്നിൽ കയറി ഇരുന്നതാണ്. എന്താണ് ആരാ നേണ്ട പോണ നമ്മള് പടത്തിനല്ലേ? മരണമാസ് പടത്തിനാണ് നമ്മൾ ഗൈസ് ഇന്ന് പോകുന്നത്. ഇത് ഈ പടം സെലക്ട് ചെയ്യണത് മെയിൻ ആള് ഇവനാണ്. ഈ പടം ഒരു ദിവസം ഇരുന്നിട്ട് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു അല്ല 4 പടത്തിന്റെ ട്രെയിലറും അതിന്റെ റിവ്യൂസും കണ്ടിട്ട് മരണമാസം മതി എന്ന് ഉറപ്പിച്ച ആളാണ് നമ്മളെ. നമ്മൾ പടം കണ്ടിട്ട് ബാക്കി കാണേണ്ടവരെ നേരം പോലെ നമ്മൾ കാണും. പറഞ്ഞാണ് നിന്റെ ക്രെഡിറ്റ് വേണ്ട വേണ്ട പറഞ്ഞിട്ട് കാര്യം റമീസ. ഞാൻ രണ്ടിനും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് അതിന് കയറിട്ട് രണ്ടാമത് മറ്റേനും കയറാം. എനിക്ക് രണ്ടിനും ടൈം ഉണ്ടാ? ഇന്നിന്റെ അയൽവാസിൽ കല്യാണോടോ. ഇപ്പൊ ഞാൻ അറിയോ? എനിക്കറിയില്ല എന്നുണ്ടെങ്കിൽ തറവാടിന്റെ വീട്ടില് ഫ്രണ്ടിലുള്ള കൈരളിക്കൊക്കെ പാക ലുക്ക് ആയിക്കണല്ലേ. നന്നായി തന്നെ സത്യം. ലുക്ക് മുടിയൊക്കെ ട്രൈ ചെയ്തിട്ട് ഇവിടെ സാരല്ല. പക്ഷെ കഷണ്ടി ആവില്ല തുടങ്ങിയിട്ടുണ്ട് ബാക്കിലൊക്കെ. ആ ഗ്രീസ് എന്തെങ്കിലും ഉണ്ടോ നോക്ക്. അത് മറ്റേ ഇത് തേച്ചാൽ മതിയല്ലോ. കടക് കുറച്ച് ഗ്രീസ് തേക്കണ്ടേ? അറിയാം. നിങ്ങൾക്ക് ഈ കടക് ഇതാ വറുത്തുകാണ്ട് പൊടിച്ച് തേക്കണ ഒരു പരിപാടി ഉണ്ടല്ലോ. നമ്മൾ റോങ് സൈഡാടാ. റോങ് സൈഡ് ഇവിടെ റോങ് ഒക്കെ ഉണ്ട്. എന്താണ് ഫാറൂഖിന്റെ ഏരിയ ആണ്. ഒരു ഫാറൂഖിന്റെ ഏരിയ റോങ് സൈഡ് ആണ്. നീ എടുത്ത് കയറാ. മറ്റു പണ്ട് നമ്മള് റോങ് സൈഡ് കയറി ഓർമ്മയില്ലെങ്കിൽ അതന്നെ ഇജ്ജ് പോകുന്നോണ്ട് ഓല് പോന്നേ. അന്ന് പോയത് ഓർമ്മയില്ലേ? ഡൈനാമിക് എല്ലാം കൂടി ഒരു പെട്ടിയിൽ കയറ്റായിരുന്നു. എടാ എല്ലാരും കൊണ്ടാ എന്നെ നോക്കണോണ്ടാടാ നീ പോകുന്നത്. ഇവിടെ ഇങ്ങനെയാണ്. എടാ ഇതൊക്കെ തെണ്ടിത്തരാട്ടാ ഫാറൂഖ്. ഇവന്റെ റോങ് സൈഡാ പോണം. എന്നിട്ട് ഈ ആരും ചാരി പോണം. അർജന്റ് കേസിൽ റോങ് സൈഡ് പോകാൻ പറ്റും. അതിന് അയാളെ തല്ലി കൊല്ലണം. ഒന്നും വേണ്ട. നമ്മള് അർജന്റായിട്ട് പോകുന്നുണ്ട്. അയാളെ കണ്ടാൽ തന്നെ അറിയാം എന്തോ അർജന്റ് പോകുന്നു. ആ മുഖം നോക്കി എന്താ ഒരു നിഷ്കളങ്കത. സമയം എത്രയായി? സമയം 10 ഒരു വിരലതിന്റെ ഇടയില് 10:59. 10:58. 11 മണിക്കുള്ള പടത്തിന് ഇപ്പോഴും എവിടെ എത്തിയടാ? വട്ടപ്പാറ വളവ് എത്തിയിട്ടുള്ളൂ. അതൊന്നും നേരാക്കിയിട്ടില്ല. അത് എന്താ കാരണം എന്ന് വെച്ചാൽ ഇതാ ഇവനാണ് കാരണം. അത് പാലോ അതൊക്കെ നേരെ ടൈം എടുക്കും. ഞങ്ങളെല്ലാരും ഇവിടെ 10 മണിക്ക് വന്ന് കാത്തിക്കുക പടത്തിന്. ഇവന് എല്ലാ പടത്തിനും ഇപ്പൊ നേരം വെക്കും. അത് ഞങ്ങള് പ്ലാൻ ഇട്ടാണ് വനക്കുള്ള ഒരു അടി ഞങ്ങളെ മകനെ കൊട്ടിക്കണം എന്നുള്ളത്. കാരണം ഇനി ഇഞ്ചി മറക്കരുത്. ഇനി നേരം പറ്റിക്കരുത്. ഇന്നോടെ എന്റെ നേരം സാഹചര്യങ്ങളാണോ? വണ്ടി സ്റ്റാർട്ടായില്ലെങ്കിലോ കാരണമില്ലല്ലോ. ഇവന് വണ്ടി എടുത്തതാന്ന് പറഞ്ഞാണ് ഇവൻ. എന്നിട്ട് അവിടെ റസാഖിന് വണ്ടിയാണ്. റസാഖിന് കാറ് വേണം. റസാഖിന് അന്തരംഗ് കാറ്ററിംഗിന് പോവാൻ ബൈക്ക് വേണം. വാപ്പാന്റെ സ്കൂട്ടി പഞ്ചർ. ഇത്രയും വെൽ പ്ലാൻഡ് ആയിട്ട് തള്ളാൻ എന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. സത്യങ്ങൾ എത്ര കാലാണ് മറ്റുള്ളവരുടെ വണ്ടിമ കയറി പോവുക? സ്വന്തമായിട്ട് ഒരു വണ്ടി വേണ്ടെങ്കിൽ സ്വന്തമായിട്ട് വണ്ടി ഉണ്ട് കാര്യമില്ല. ഇത് സംഭവേ എന്താന്നറിയാ പറയണില്ല. കണ്ടാ അവഹേളനങ്ങളും അപമാനങ്ങളും അതുപോലെ
അതുപോലെ തന്നെ വേറെ എന്തൊരു വാക്കും കൂടി ഉണ്ട്. ഒക്കെ കൂടി നമ്മളിങ്ങനെ പൊതിഞ്ഞു നിക്കണം. എന്നിട്ടൊരു ഇൻട്രോ വരാണ്ട് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോളാം. ഞാൻ ഇങ്ങനെ മുടി വളർത്തി ആകെ ബംഗാളി കോളത്തിൽ കുറെ കാലം നടക്കും. പിന്നീട് മുടി വെട്ടിയ ഈ തന്ത വരെ പറയും എച്ചാതി ലുക്കാടാ. ഞാൻ എന്നും മുടി വെട്ടി ഇറക്കണെങ്കിൽ ഇയാള് ബംഗാളി മുടി വെട്ടി അന്നെ കാണുമ്പോ നല്ല ലുക്കായിക്കണത്. അത് അപ്പൊ അല്ലക്കൊണ്ട് എന്തോ ഒരു കാര്യം നടത്താണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ്. കുറച്ച് മുടി നല്ല വൃത്തിയിലും വെടുപ്പിലും വൃത്തിയിലും വെടുപ്പിലും വെട്ടിയാലല്ലേ പിന്നെ ഇവിടെ സൈഡിൽ നിന്ന് രണ്ട് മുടിയും കണ്ട് എടുത്തുകൊണ്ട് പോരും. ആദ്യം ഒരു ദിവസം കണ്ടു എനിക്ക് ഓർമ്മ ബീച്ചിൽ നമ്മൾ മുടിയൊക്കെ കൊട്ടി നല്ല ലുക്കില്. അതെ ഞാൻ എന്നും അങ്ങനെ നടക്കണമെങ്കിൽ പെണ്ണ് കെട്ടണമെങ്കിൽ മുടിയൊക്കെ വെട്ടി നടക്കും. എന്നിട്ട് ആ സായിപ്പ് പെണ്ണ് വന്നപ്പോ എങ്ങനെ ഉണ്ട് ഓന്റെ കോലം എന്താണ്? ഏത് സായിപ്പ്? അത് സായിപ്പേർക്കാവുന്ന പ്രശ്നമില്ല. പക്ഷെ നാട്ടിൽ നിന്ന് പെണ്ണിട്ടണമെന്നുണ്ടെങ്കിൽ വരാനുള്ളത് അങ്ങനത്തെ ഷിഫ്റ്റ് വെച്ചിട്ടാണെങ്കിലും വരും. കാത്തിരുന്നോ? ആ ഗേറ്റ് താണ്ടുമ്പോ എത്രയാണ് നമ്മുടെ ടൈം, എത്ര മിനിറ്റ് നമ്മൾ ലേറ്റ് ആയിരിക്കണം അത്ര മിനിറ്റ്. അങ്ങനല്ല എഴുതി കാണിക്കൽ കഴിഞ്ഞിട്ട് അതൊന്നുമില്ല. തിരുനാവായുള്ള ഞാനെത്തി. അതെ, ചേർലാൽക്കുള്ള ഞാനെത്തി. പോത്തന്നൂരുള്ള ബെൻകെത്താനാണ്. ചേർലാലുള്ള ഓനെത്തിയാല എടാ ചേർലാലിന് ഇങ്ങോട്ട് വരികയെന്ന് പറഞ്ഞാൽ ചില്ലറ പണിയൊന്നല്ല. ഈ ബ്ലോക്ക് ചില സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ വരും. നമ്മളതിന് അതിനാണ് നമ്മള് പറഞ്ഞത് 10 മിനിറ്റ് 15 മിനിറ്റ് നേരത്തെ ഇറങ്ങാന്ന്. അപ്പൊ അതൊന്നും വയ്യ എനിക്ക്. അടുത്ത പടത്തിന് ഷാർപ്പായി ഈ പടത്തിന്റെ കാര്യം തീരുമാനമാക്കട്ടെ. അടുത്ത പടം എല്ലാവർക്കും ഉണ്ട് അവസരം. തല്ലിയോര് മാറിക്കുക. കിട്ടുന്ന അവസരം ഒന്നും ഒഴിവാക്കണ്ട. തല്ലിയോര് മാറിക്കട്ടാ. എന്നിട്ട് കിട്ടാത്തവർക്ക് കൊടുക്കുക. ജീവിതത്തിൽ കുറെ സാഹചര്യങ്ങൾ ഫ്രണ്ടിൽ വരും. അതിനൊക്കെ നമ്മൾ ഒരു സാഹചര്യം ഇല്ല. ഇത് ഏത് പടത്തിനാടാ കറക്റ്റ് ടൈമിന് വന്നതിന്? ഞാൻ ഏതോ ഒരു പടത്തിന് പിന്നെ നമ്മളെത്തണീന്റെ മുന്നേ എത്തിക്കണേ. ഒന്നിന് അന്ന് ഇല്ലാത്ത ഡയലോഗ് ഇല്ല. എവിടെ പോയി എടുക്കണം നിങ്ങള്? എത്ര നേരമായി ഒരു പടത്തിന് വന്നിട്ട്? എന്റെ അടുത്ത് ഒരു വണ്ടി കിട്ടിയ ഞാൻ അവിടെ ഷാർപ്പ് ടൈമിൽ എന്റെ എത്ര വണ്ടി ഉണ്ടായിരുന്നു. എനിക്ക് വണ്ടി എടുക്കാനുള്ള സാഹചര്യങ്ങളും വണ്ടി ഉണ്ട്. എന്നിട്ട് എടുക്കണില്ല. ഏത് വണ്ടി കിട്ടിയാലോ എനിക്ക് 2ാം നമ്പർ ആവും. അല്ലല്ല എന്നെ അത് മറ്റുള്ളവർ കൊണ്ടുപോയിട്ട് എനിക്ക് കിട്ടുള്ളൂ. ടൈം എത്ര നോക്ക്? ടൈം എത്രയായി നോക്ക്? 11. ഡ്രൈവർ ഇന്റെ അടുത്ത് സ്റ്റയറിംഗില് ഒരു മിനിറ്റ് ഏതായാലും തിയേറ്റർ കയറട്ടെ. അപ്പൊ എത്ര ടൈം ലേറ്റ് ആണ്? അപ്പൊ അതും കൂടി എക്സ്ട്രാ ഉണ്ട്. ആദ്യം ഇറങ്ങണതിന് മുന്നേ സെന്ററിലിട്ട് അടിക്കാം. എല്ലാരും കൂടി താത്തൊക്കെ കേറി പോണ്. വേഗം തുറക്ക്. ഹലോ ഗായ്സ്, ടിക്കറ്റ് കിട്ടി ഗായ്സ്. അപ്പൊ ഓനപ്പിടി എത്ര 8 മിനിറ്റ് ലേറ്റ് നമ്മള്? യെസ്, വി വാണ്ട് ദം. അങ്ങനെ സക്സസ്ഫുള്ളി ആയിട്ട് നമ്മൾ റമീസിനെ പറ്റിച്ചിരിക്കുന്നു. ഒരു ദിവസവും കറക്റ്റ് ടൈമിൽ വരാത്ത റമീസിനെ നമ്മൾ കറക്റ്റ് ടൈമിൽ കൊടുന്ന്. അതായിരുന്നു ഇന്നത്തെ നമ്മളുടെ ടാസ്ക്. അരമണിക്കൂർ കൂടി ഉറങ്ങിട്ട് വന്നാൽ മതി. കണ്ട ഇതാണ് അവസ്ഥ. ഇത് അഥവാ 11:30 പറഞ്ഞിരുന്നുണ്ടെങ്കിൽ അതാണ്. One hour later. പറഞ്ഞിട്ടാണ് ഓന്റെ തന്തയാണോ ഇല്ലെന്ന് അതിനിപ്പോ കാര്യല്ലേ? അതവന്റെ തന്തയാണ്. 1 hour later. അങ്ങനെ നമ്മള് പടം കണ്ടിറങ്ങിയിരിക്കുന്നു. എന്താണ് ഇന്റെ റമീസ് നീ പറയാൻ? തുറക്ക് ഇതില് കിട്ടണം റമീസിനെ. തുറക്ക് ആദ്യം അവന് AC ഇട്ടോട്ടെ. മറ്റേ ഉള്ളിൽ കേറ്. എടാ മരം കൊത്തി മോറ. ഞാൻ പറഞ്ഞെന്താ എന്താണ്? 2 പടം ചിലപ്പോ മുമ്പേ പടം. ഇന്ന് പടം ഉണ്ടാക്കിയതാരാ? ഞാൻ അത് ചോദിക്കണേ. ആരുണ്ടാക്കി? ഫാറൂഖ്. ഇവന്മാർ 2 ആൾ.
പടം ഉണ്ടാക്കി ഈ പടം ഈ പടം നമ്മള് രാത്രി നിന്നിട്ടല്ലേ തീരുമാനിച്ചത്. ഞാൻ 2 ട്രെയിലറും കണ്ടിട്ട് പറഞ്ഞു രണ്ടും എനിക്ക് വലിയ ഇത് തോന്നണ ചേട്ടാ. അങ്ങനെയല്ലല്ലോ കുട്ടി പറഞ്ഞത്. മരണമാസല്ലേ മറ്റേ അടിമ്പിടിയാണെന്നല്ലേ പറഞ്ഞത്. ട്രെയിലർ കണ്ടപ്പോ നല്ല നേക്കോ അലമ്പ് പടം. അലമ്പ് എന്ന് വെച്ചാൽ അലമ്പ് പടം. ഇത് വല്ല കോമഡി സ്കിറ്റില് മറ്റേ എന്താണ് എടുക്കാൻ പറ്റൂല. മഴവിൽ മനോരമയിലൊക്കെ ഒരു ചിരി 2 ചിരി വമ്പർ ചിരി അതിലൊക്കെ പോയി അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അത് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓൽക്ക് ഒരു 50,000 ഉറുപ്പിയെങ്കിലും കിട്ടും അല്ലെ? അതും കിട്ടുമെന്നാവോ? അലമ്പ് പടം വെറുത്ത് ഇത് ഇന്റെ 2 മണിക്കൂർത്താ സംവിധാനം ഞായറാഴ്ചത്താ. എന്ത് അലമ്പ് പടാണല്ലേ. അടിപൊളിയായിട്ട് കോമഡി സ്കിറ്റ് കാണാനല്ലേ. നല്ല മുമ്പിലും ഇത് ഒരു സിനിമ ആക്കാനുള്ള കഥ ഉണ്ടായില്. അഭിനയിക്കുന്നവരോടൊക്കെ അഭിനയിക്കുന്നതൊന്നും വെറുതെ ആന്ന് ഒരു ല്ലേ. എന്തിനാണ് പോലെ ഈ പടം എടുത്തുക്കണെന്ന് ഒരു സംശയം. പറയാൻ കിട്ടണില്ല സത്യമായിട്ട് ഇറങ്ങി ആ ഫുഡ് കഴിക്കണ്ടേ? പോയിട്ട് കഴിക്കണമെങ്കിൽ ബിരിയാണി ഇറങ്ങി പോരാൻ തോന്നിയ പടമായിട്ട് സത്യം പറയണം. പക്ഷെ വേറെ കോമഡി ഉണ്ടാ. ഫസ്റ്റില് നാക്കുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് തുടങ്ങിയപ്പോ തന്നെ എന്നോട് സ്റ്റാർട്ടിങ് ഒരു ഞാൻ പിന്നെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോ പിന്നെ സെക്കൻഡ് ഹാഫ് എങ്കിലും ഒന്ന് മെച്ചപ്പെടുക്കാരെന്ന് വിചാരിച്ചു. മറ്റേ ഓർമ്മ ഉണ്ട് എന്നെ കൊല്ലാൻ നേരത്ത് ഇതിലെങ്കിലും എന്നെ കൊല്ലാതിരിക്കാൻ പറ്റും. അതെന്താ സംഭവം? ഉള്ള പടത്തിലൊക്കെ അതുണ്ട്. പക്ഷെ എന്നാലും പിന്നെ അങ്ങോട്ട് എന്താണ് ബാബുവിന്റെ കായെന്തോ OTT ഇറക്കാനുള്ളൂ. OTT ഇറക്കാൻ കാണാൻ വെറുതെ ഒരു 2 മണിക്കൂർ 110 ഉറുപ്പിക പൈസ ഇട്ടിട്ട് റിവ്യൂ അടിക്കാന്. കാക്കാക്ക് എന്താ പറയാനുള്ള പടത്തിനെ പറ്റിട്ട്? ഞാൻ എപ്പോഴും ഇവിടെ പോവില്ലേ എന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരം ഫസ്റ്റ് ഹാഫിന്റെ മുന്നേ പറഞ്ഞു തുടങ്ങി കൊറേ വളിപ്പ് കൊടുക്കും. ഞാൻ പിന്നെ ഏതായാലും 110 ഉറുപ്പിക എടുത്തല്ലോ. അപ്പൊ അതിനെ കണക്കാക്കിട്ട് AC എങ്കിലും കൊണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. അതായത് ഒരു വളിപ്പാക്കിയ മതി. ഒരു ഒന്നുമില്ലാത്തൊരവസ്ഥ ആക്കിയില്ലേ. അയാളെ റോളോക്ക നല്ല കുട്ടിയാണല്ലോ. അയാളെ റോളോക്ക ആ തന്തപ്പൊടിന്റെ. കാരണം ഫസ്റ്റ് ഹാഫിന് മുന്നേ വരെ മുബർക്കുള്ള ഡയലോഗുകളൊക്കെ അത് കഴിഞ്ഞിട്ട് മരണം ഡെഡ് ബോഡി ആയിട്ട് ഫുള്ള്. ദയവ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല, കാണണ്ട. അതല്ല ഫേമസ് ആയുള്ള റിവ്യൂ നോക്കി പോവരുത്. ഒരാളുടെ ഞാൻ റിവ്യൂ തന്നെ നോക്കില്ല. എനിക്കാണ് കൊണ്ടേക്കണ പടത്തിന് തെണ്ടി. ഞാൻ ട്രെയിലർ കണ്ടപ്പോ പറഞ്ഞല്ലേ എനിക്കാണെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിരുന്നു. ഒന്ന് ഫൈറ്റ് നോക്കി ഒന്നും കൂടി നാക്കായിരുന്നു. അതിന് കാരണം വരണവാസ് അറിയാണ്ട് അതിലൊക്കെ എന്താ വെച്ചാൽ ക്ലൈമാക്സ് ഫൈറ്റ് എങ്കിലും ഉണ്ട്. അതിന് കയറി ചിലപ്പോ രക്ഷങ്ങൾ പറയും മരമാസിന് കയറിയാൽ മതി. അങ്ങനെയാണ് ഓരോ പടത്തിനും ഓരോരോ പ്രശ്നം. ഇത് ഒരുത്തം പറഞ്ഞിന്ന് ഒരു ചിരി ഒരു ഘട്ടം കഴിയുമ്പോ അടുത്ത ചിരി. ഞാൻ ആ റിവ്യൂല് അങ്ങനെ പറഞ്ഞു കേൾക്കണ്ട. എനിക്കറിയില്ല എന്നാ പറഞ്ഞത്. ഞങ്ങളും റിവ്യൂ കണ്ടിട്ട് തന്നെയല്ലേ പറഞ്ഞു. എന്തിനാ റിവ്യൂ കണ്ടിട്ട് പോവാൻ നിക്കണേ? ഞാൻ ആ ഫാറൂഖ് മാന് വരെ ജിംഖാനൊക്കെ പോവാന്ന്. ഫാറൂഖ് രണ്ടായാലും കുഴപ്പമില്ലാന്ന് തന്നെ പറഞ്ഞേ. ഇന്നലെ ജിംഖാന പറഞ്ഞ ജിംഖാൻ ആയാലും മരണമാസം ആയാലും കുഴപ്പമില്ലാന്ന് ചോദിച്ചു. ഫാറൂഖ് ഇന്നലെ കടലിന്റെ മുന്നത്തെ ക്യാമറ എടുത്ത് നോക്കിയാ റസാക്കിനെ വലിച്ചു കൊണ്ടാ ഞാൻ വലിച്ചു കൊണ്ടേന്ന് പറഞ്ഞ ബാബാന്ന് പറഞ്ഞാണ്. കല്യാണ മറിച്ചിൽ അടുത്ത ആഴ്ച കാക്കാൻ. ആരാണ് ഈ പടം കണ്ടിട്ട് ഈ അഭിപ്രായം പറഞ്ഞെന്നുള്ളവരെ പിടിച്ചത്? ഞാൻ സത്യം പറഞ്ഞ തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഇറങ്ങിപ്പോര് തോന്നിയ ഒരു പടം തന്നെ ഉള്ളു. സത്യം പറയാം. ഇത്ര മോശപ്പെട്ട പടത്തിന് നമ്മൾ ഇതുവരെ പോയിട്ടില്ലേ. നമ്മള് അത്യാവശ്യം ഇതുള്ള പടത്തിന് പോവുള്ളൂ. ഇത് കൊറേ വളിപ്പ് കൂടുന്ന വളിപ്പന്നുള്ളൂ. ഇവ മറ്റേ ആക്ടിങ് ഒക്കെ നോക്കണം. വല്ല കോമഡി സ്കിറ്റിൽ അഭിനയിക്കണമായിരിക്കും ആക്ടിങ്. ഓല് ചിരിക്കാൻ വേണ്ടി ചെയ്തതാണോ ഇത് സീരിയസ് ആയിട്ട് ചെയ്തതാണോ എന്ന് അറിയാൻ പറ്റാത്തൊരു സീനാണ്. നല്ലൊരു അഭിനയം പിന്നെയും കാഴ്ച വെച്ചത് അപ്പനാണ് ആ കണ്ടക്ടർ. ഓനന്റെ ഉള്ള അല്ല ഒരു അഭിനയം. പിന്നെ മറ്റോരൊക്കെ കൊറേ കോമഡി ആക്കിയാ വെക്ക. വാവേ വിളിക്ക വാവേ ഇവര് അത് ഇവല്ല എന്താ പ്രശ്നം എന്നറിയാം. എല്ലാ ക്യാരക്ടറിനും ഇവര് കോമഡി ആക്കി.
അതാണ് ഒന്നാമത് പടാലമ്പായി. 1-2 ആൾക്കാർ മാത്രം കോമഡി ആക്കാനേ രസമുണ്ട്. എല്ലാരും കോമഡി. ബാബുണ്ടിനൊക്കെ ഇങ്ങനെ കോമഡി അതൊക്കെ നോക്കാം. ഡിവൈസ്മെന്റ് പട്ടിനെ അന്വേഷിച്ച് നടക്കുക, വാണ്ടഡ് കൊടുക്കുക. എന്താ ഇവര് കഥ കേട്ടിട്ടല്ല ഇറങ്ങണേ. എന്ത് ലോജിക്കാണ് ഇതിലൊക്കെ ഉള്ളത്. പക്ഷെ ട്രെയിലർ നോക്കല. ട്രെയിലറിലും പടത്തിനൊക്കെ രസം ട്രെയിലർ കണ്ടാ തന്നെ എന്റെ അഭിപ്രായത്തിൽ ഇത് വരയ്ക്കാൻ പറ്റിയ പരിപാടി. ആ 1 ചിരി 50 ചിരിയിലൊക്കെ പോയിട്ട് അഭിനയിച്ചിട്ട് ഒരു 50,000 ഉറുപ്പിക എടുക്കും. അത് വാങ്ങി പോവാൻ പറ്റിയ പടമുള്ളത്. എന്റെ അഭിപ്രായത്തിൽ ഈ പടക്കം ഒരു 50,000 കിട്ടും. ഓല് രംഗത്ത് എന്ത് പറഞ്ഞാലും ഓല് പിന്നെ ചിരിച്ചു. ഈ പടക്കം 1 കോടി രൂപ താഴേക്കെ ഉണ്ടാവുള്ളൂ. 1 കോടിയോ? നിങ്ങളിപ്പോ ഞാനെല്ലാം പോയി കണ്ടോക്കെന്ന് പറയും. ആളോട് ഞാൻ ദയവ് വിചാരിച്ചിട്ട് ഞാൻ തന്നെ ഇറങ്ങി പോരാൻ നോക്കി. ഞാൻ ഇറങ്ങി ഓടി. അതുകൊണ്ടല്ല ഞങ്ങള് 5 പേരും കണ്ടിട്ട് ഞങ്ങൾക്ക് 5 ആൾക്കും ഇഷ്ടപ്പെട്ടില്ല. ആ തിയേറ്ററിന്റെ ഉള്ളിലുള്ള ഒരുത്തനും ഇഷ്ടപ്പെട്ടില്ല. എല്ലാരും പൈസ പോയി എന്നുള്ളതാണ്. ഇത് കണ്ടിട്ട് റിവ്യൂ ആയിരുന്നു. റിവ്യൂ എടാ ടൊവിനോന്റെ എൻട്രി റോളോ കയ്യില് ഒന്ന് വയ്യപ്പെട്ടിയിലൊന്ന് കിടക്കുക. എന്തൊരു കഷ്ടം. വാക്കുകളില്ല. 3-4 കൊല്ലത്തിന് ആരറിഞ്ഞ് സംവിധാനത്തിനോട്ട് മാറണം. അതാ നല്ലത്. ഇങ്ങനത്തെ ഒക്കെ അഭിനയിച്ചു കൂട്ടണക്കാട്ടി നല്ല സംവിധാനത്തേക്ക് മാറിയെന്നെ. എന്താ ഈ പടത്തിനെ പറ്റി ഒരു വാക്ക് പറയാനില്ല. പറയാനുള്ളത് ഗുജറാത്തി ദാവേ കാരണം എന്താ ഹൈദരാബാദ് ഉണ്ടാവും ബിരിയാണി. എടാ നമുക്ക് ഹൈദരാബാദ് അടിച്ചാലൊന്ന്. എടാ ഞാൻ ലൈഫിൽ തിന്നിട്ടില്ല. ഹൈദരാബാദി ആക്കാം. ലൈഫിൽ ഇത് തിന്നുകണാ അങ്ങനൊക്കെ ഉണ്ടായിരുന്നു. അല്ല മരിച്ചുണ്ട് ആടാ ബാർന്ന്. അതെന്ന് വെച്ചാല് സ്റ്റോറി ലൈൻ ഉണ്ടാക്കിയതാരാ? പടം ശരിക്ക് വല്ല OTT-ലൊക്കെ വരുമ്പോ കാണാനുള്ളൂ. അതന്നെ കള്ളത്തെണ്ടികൾ പൈസ കളഞ്ഞിട്ട് ചിങ്കാന മതിയായിരുന്നു. അതാകുമ്പോ ആ ചെക്കന്റെ അടിപൊളി സാധനങ്ങൾ കിട്ടീന്ന്. ലാസ്റ്റ് തല്ലുമാല സീൻ ഫൈറ്റ് ഒക്കെ ഉണ്ട്. അതൊന്നും നോക്കിയൊരു കാര്യ. ഇത് വല്ല OTT-ൽ വരുമ്പോ കാണാനല്ല. എന്നിട്ട് 2x സ്പീഡിലിട്ട് കാണ്ട് ഇങ്ങനെ കാണുക. എന്നാ ആർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് എല്ലാ സീനും പിടിച്ചാണ്ട് ഇങ്ങനെ വല്ല മൈദ വലിച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ നീട്ടിയിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയിട്ട് വെറുതെ ആവശ്യമില്ല. ചില സീനൊക്കെ കണ്ട് വലിച്ച് നീട്ടണത് കാണണം. ആ സീരിയൽ ഇന്റർവെല്ലിന്റെ പോട്ടെ, പടത്തിന്റെ അടിയിൽ എത്ര ഗ്യാപ്പാണ് ഓരോ സീൻ. ദിവസമാണ് പോയി കിട്ടി. പിന്നെ പാകമുള്ള സമയം 2 മണിക്കൂർ AC-യിൽ ഇരുന്നല്ലാതെ അങ്ങനെ നമ്മള് ഫുഡ് അടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഏതാ കട ഇടാ? ഇനി ഒരാള് പോകാതിട്ടാ. ഗുജറാത്തി ധാബ. ഓനെന്താ അതിൻ്റെ ഉള്ളിൽ തറവാട് പൊളിക്കണ്ടായിരുന്നില്ലേ അതേമാതിരി? അതെ, ഇതൊരു തറവാട്. ബാക്കിൽ ഷീറ്റ് ഇട്ട് കാണ്ട് പഴയ വീടാണ്. എടാ പഴയ വീടാണ്ട്. ആ ഇത് ഷീറ്റ് ഇട്ട് കണ്ട് സംഭവം അടിപൊളിയല്ലേ. ഞാൻ ആദ്യമായിട്ട് വരാം അവിടെ. ഇതെങ്കിലും നന്നാവട്ടെ. ഞാൻ വിളിച്ചടാ കൂടി എന്തൊക്കെ ചെറിയൊക്കെ തന്നെയല്ലേ. ഏതായാലും പടം മുമ്പി കാഴ്ച. ഞമ്മക്ക് ബിരിയാണി എന്താ പാട് നോക്കാം. ഛർദിക്കാൻ വരണി. ഇറങ്ങി പോരണ പിന്നെ ഇനി പൈസ കൊടുത്തല്ലേ. നമ്മള് തിയേറ്ററിൽ പോയിട്ട് ഒരു പടം മാർക്ക് പറഞ്ഞിട്ടൊക്കെ ഡയലോഗ് അടിച്ചു. പക്ഷെ നമ്മള് മാർക്കൊക്കെ കണ്ട് ഇരിക്കാനെങ്കിൽ സ്റ്റോറി വെറുതെ ഭായിമാരൊക്കെ കയറി അത് അടിപൊളിയാണ്. ഭായിമാർക്കൊക്കെ കയറിയിട്ട് ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ സുഖമായിട്ട് AC-ലിരിക്കാം. എന്തോ അവസ്ഥ പടം.
ഞാൻ പിന്നെ ആലോചിച്ചിരുന്നു അല്ല ഇന്റർവെല്ലിന് ശേഷം ചിലപ്പോ നാക്കുണ്ടോ വിചാരിച്ചു. ഞാനങ്ങനെ ഇന്റർവെല്ലിൽ എന്നാ ഫസ്റ്റ് ഹാഫ് ഏതായാലും ആ ഒരു കഥ ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ട് ചിലപ്പോ ഇങ്ങനെ കൊടുത്ത് പിന്നെ ഇന്റർവെല്ലിൽ കഴിഞ്ഞാൽ എല്ലാരും കുറച്ച് സീരിയസ് ആയിട്ട് ലെവലാവും വിചാരിച്ചു. പക്ഷെ ഇന്റർവെല്ലാണ് ഫസ്റ്റ് ഹാഫിനെ കാട്ടി പോറതൊക്കെ. ടോവിനോണ് എന്തിനു കൊടുത്താനാണ് ടോബി അത് പിന്നെ പോട്ടെ, അത് ജസ്റ്റ് ഒരു നിന്ന് കത്തുന്നൊരു ടോപ്പിക്കല്ല. പക്ഷെ ബാക്കി ഇതിൽ മെയിൻ പ്രശ്നം എന്താണെന്നറിയാം, എല്ലാവരും കോമഡി ക്യാരക്ടറായി. വലിപ്പ് ക്യാരക്ടർ ആക്ച്വലി നോർമൽ ഇത് വലിയ കയറ്റി വെച്ചടാ കോമഡി. അതാണ് ആ ഒരു ജാതി അതൊക്കെ പിന്നെ ഓക്കെ നമുക്ക് ഇങ്ങനെ ഇതായി. പക്ഷെ ഇതൊക്കെ ചിരിക്കാനും പറ്റാത്ത കോമഡിയാണ്. മറ്റേ കോമഡി സ്റ്റാർട്ടിങ് അതേമാതിരി ഒരു ചിരി അമ്പർച്ചിരിയിലൊക്കെ പോയി അടിക്കണ കോമഡീസാണ് ഇവിടെ ഫുള്ള് പറഞ്ഞത്. ബാസുക്ക് പോയാൽ മതി. എന്നാല് മരമാക്രി പിന്നെ ഞാൻ രണ്ട് ഫൈറ്റെങ്കിലും ഇരുന്ന് കാണായിരുന്നു. ഞാൻ അപ്പോഴും പറഞ്ഞു ഇവനാ പറഞ്ഞു അതിന് ബന്ധത്തെ ഒരു രണ്ട് ബൈക്കും അതിലെന്താ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങളും കണ്ടല്ലോ ഇതിന്റെ ട്രെയിലർ കണ്ടാണ്. പക്ഷേ രണ്ട് ട്രെയിലറും കണ്ട് ഇജാ പറഞ്ഞ ഇത് മരണമാസം കുഴപ്പമില്ലാന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞത് ആലോചിക്കണേ 11:30 പടത്തിന് 11:00 തന്നെ വന്ന് ഹാജരായി. അത് 11:00 വന്ന എന്തിനാണ് എനിക്ക് ഫസ്റ്റ് പോകും. അതുകൊണ്ടാണ് എന്തൊക്കെ ഡയലോഗ് എടാ ഫസ്റ്റ് പോകും. എന്തായാലും എനിക്ക് ട്രെയിലർ കണ്ടപ്പോ എനിക്കൊരു കണക്ഷനും കിട്ടിയിട്ടില്ല. ഏത് ഇജാ രണ്ട് ട്രെയിലർ കണ്ടാൽ എനിക്ക് അതിനോ എനിക്കൊന്നുകൂടി ചിന്താനാണ് ഉള്ളത് പറയാം, സത്യം പറയാം. ഇന്നലെ ഞാൻ എനിക്ക് ചുങ്കാനാണ് ഒന്നുകൂടി. ഞാൻ ഒറ്റക്ക് ഇന്നലെ ഇവരെല്ലാരും ഞാൻ ഒറ്റക്ക് പറഞ്ഞാണ് ഇതാണ് ഞാൻ സത്യം പറഞ്ഞാലേ ജിംഖാൻ തന്നെയാണ് എനിക്കിഷ്ടം. പിന്നെ രണ്ടാമതൊരു കാര്യം ആലോചിച്ചപ്പോ പിന്നെ നമുക്ക് തിയേറ്റർ ഇവിടെ പോപ്പുലർ ഉള്ളൂ. മറ്റേത് ജിംഖാനിൽ എനിക്കപ്പോൾ ആ ജിംഖാൻ പോപ്പുലറിലേക്ക് ഭയങ്കര ആ തിയേറ്റർ പോരാ. എനിക്ക് അതൊരു നാക്ക് കിട്ടിയില്ല. അപ്പൊ പിന്നെ ഒന്നാമത് പിന്നെ ഇല്ല എവിടെ ഓടിക്കുക. അപ്പൊ പിന്നെ ഞാൻ എന്തായാലും പിന്നെ ശ്രീകുമാർ ഇതിലുള്ളത് പിന്നെ മരണമാസല്ലേ ട്രെയിലർ നോക്കാം. എന്ത് നാക്കാൻ നമുക്ക് ഇത് ട്രെയിലർ കാണുമ്പോ ഇതിന്റെ കഥ ഒന്നും മനസ്സിലാവണേ എന്തൊക്കെ ഉണ്ട് എന്നുള്ള ലെവലിലാണ് വന്നത്. പക്ഷേ ഓണായിട്ടുള്ള പടം തോന്നി. കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ ആ ഒരു സുഖം ഉണ്ടല്ലോ അത് വേറെ തന്നെ. റൂബ് തിയേറ്ററിൽ കിടന്നുറങ്ങിയാൽ മതി. എണ്ണ മുടക്കി അവിടുന്ന് ഇവന്റെ ടൈം മുടക്കി ഇവന്റെ എന്റെ ബാബുദാനം വരാത്താണ്. നമുക്ക് നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ടൊവിനോ കാണുകയാണെങ്കിൽ ആ 110 രൂപ ചെയ്തോട്ടെ. എത്ര മണിക്കൂറുണ്ട് ആ വിരലിനെ ഓടിക്കുന്നു. ജന്മ പടത്തിന് ഇന്നോട് അഭിപ്രായം ചോദിച്ചു നിങ്ങൾ ബുക്ക് ചെയ്താൽ പറയുന്നത് അങ്ങനെയല്ല. ഇന്നലെ അന്ന് പറഞ്ഞു നിങ്ങൾ ജിംഖാനെ ബുക്ക് ചെയ്ത് രണ്ട് പടത്തിന് എനിക്ക് താല്പര്യം ഉണ്ടാക്കിയ അങ്ങനെ പോണെന്ന് പറഞ്ഞോണ്ട് ഞാൻ താല്പര്യം ഉണ്ടാക്കിയത് സത്യം. ബ്രസാക്കില്ലാത്തോണ്ട് രണ്ട് പടത്തിന് അങ്ങനെ കൊല്ലാത്തോണ്ട് ഇപ്പൊ കേച്ചിലായിരുന്നു. ഞാൻ തന്നെ അവനെ കൊറേ വലിച്ചാൻ നോക്കിക്കണ്. ആ കല്യാണം അടുത്ത ഞായറാഴ്ച മുതൽ പറയാ ഇവിടുന്ന് ആലോചിച്ചോ വിഷുവിന് വന്ന എല്ലാ പടം ഇവന്റെ സൈക്കോ നാട്ടിലിറങ്ങിയിട്ട് കൊല്ലണത് അത് എന്താ പറയാ ഒരു ഇങ്ങനെ കഥ ചെയ്യേണ്ട പടം. കഥ കോമഡി ബേസിൽ പോകുമ്പോ നാക്ക് ഉണ്ടാവണ്ട പറഞ്ഞു കൊടുക്കുമ്പോ നാക്ക് ഉണ്ടാവൂലേ കാണുമ്പോ അവര് ബേസിൽ കൊടുക്കണേ. പക്ഷെ ലാസ്റ്റ് നിന്നിട്ട് എല്ലാരും കൂടി അങ്ങനെ പക്ഷെ ഈ അച്ഛനൊക്കെ കുറച്ചും കൂടി എന്ത് കൊടുക്കും. അതല്ലേ ഇവരെന്ത് സംഭവം എന്ന് പറയാം, ഇവര് എല്ലാവർക്കും ഓവറാക്കി ഒരു നോർമൽ ലെവലിൽ ഇരുന്ന് ചിരിക്കുക ആവശ്യമില്ലാതെ നോക്കുക ആവശ്യമില്ലാതെ ചിരിക്കുക. എന്താ പേരെന്താ പേര്
ആ സെന്റിമെന്റ് ആ ടൗണിൽ വെച്ചിട്ടുള്ള സെന്റിമെന്റ് അതാണ് അത് വരെ ഓനായിട്ട് ഭയങ്കര അതാണ് പറയുന്നത്. ഇതിൽ ആൾക്കാരുടെ സെന്റിമെന്റ് മനസ്സിലാക്കാൻ പറ്റണി, അതാണ് പ്രശ്നം. ആൾക്കാർ ചിലപ്പോ കാര്യ ചിലപ്പോ ചിരിക്കുക, ഒരു സെന്റിമെന്റലി കണക്ട് ആവാത്തൊരു പടമാണ് സത്യമാണ്. ഓളൊരാളെ കൊന്നതാ, എന്നിട്ട് ഓൾ അവസാനം ചിരിക്കുക. ഓന് ആ മൈക്കോടുത്ത് ഓന്റെ പൂ എടുത്ത് കാണ്ട് ഇവൾക്ക് കൊണ്ടുകൊടുക്കുക. ബസ്സിന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞൊക്കെ തന്നെ സെന്റിമെന്റ് കൊണ്ടുവരിക, അതായത് കത്തിക്കാനുള്ള സെറ്റപ്പ്. എടാ ആ ചിരി സീനാണ്. മറ്റോള് ഓള് ഫൈറ്റ് ഒക്കെ പഠിച്ചിട്ടല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് ആക്ഷൻ ഉണ്ടാവും വിചാരിച്ചു. ഏതെങ്കിലും ഒരു ലാസ്റ്റ് ഭാഗത്ത് പോയി കഥയെങ്കിലും ഉൾപ്പെടുത്തായിരുന്നു. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യണത് മാറ്റിട്ട് എല്ലാത്തിലും അങ്ങനെ ഉണ്ടാവും. പ്രതീക്ഷിക്കണേ ഫസ്റ്റ് ഒരു ഫൈറ്റിൽ കാണിക്കണ്ടല്ല, അടിക്കുമ്പോ കൊഞ്ഞാടുന്ന അറിയില്ല. കാരണം നമ്മൾ എക്സ്പെക്ട് നമ്മൾ വിചാരിക്കും അടിക്കും, നമ്മൾ എക്സ്പെക്ട് ചെയ്യും. പക്ഷെ അത് മാറി കിട്ടും. തിരിച്ചിട്ട് കുറെ കിട്ടി. ബേസിലിന്റെ ഒക്കെ ഒരു എൻട്രി വന്നപ്പോ അതൊന്നും കണ്ട് അടിപൊളിയാവുന്ന വിചാരിച്ചു. ബേസിലിന്റെ ആ ഒരു എൻട്രി ഒക്കെ ഒന്ന് നല്ല അതൊക്കെ ഒരു ഭയങ്കര പൊസിഷൻ മാറി തന്നെ ഇപ്പം പറഞ്ഞാലും ഓവർ ആക്കിയുള്ള കളി ഒക്കെ കളിപ്പ്. അതാണ് ഓൻ എന്ത് ചെയ്താലും ആൾക്കാർ ചിരിക്കുക എന്നുള്ളൊരു തോന്നലായിട്ട് നമുക്ക് സെന്റിമെന്റൽ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത സാധനം. എവിടെയെങ്കിലും പിന്നെ ഓൻ അത്രയും നേരം കഞ്ചാവ് അടിച്ച് കിളിയിരുന്ന് ചിരിച്ചിരുന്ന ആള് അങ്ങാടിയിൽ വന്നിരുന്നു വക്കീലായിട്ട് ഒന്ന് മുഖം കഴിക്കുമ്പോഴത്തേനും അവർക്ക് ബോധം വന്നു. കൂടുതൽ വിഷയം ഒരു ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ ആവുകയാണെങ്കിൽ ലാക്കായിരുന്നു. അത് ശ്രദ്ധിച്ചിട്ട് സെന്റിമെന്റും കോമഡൊക്കെ അടുപ്പിച്ചിട്ടാണ്. അതായത് കോമഡിയിൽ ഇങ്ങനെ പോയി പെട്ടെന്ന് സെന്റിമെന്റ് ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ കോമഡി ഉണ്ട്. അതിനെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് നമുക്ക് കളിക്കുന്നത്. പോയത് പോയി അല്ലേ? ഇതിൽ നമുക്ക് മനസ്സിലായി എന്താ അറിയാം, ഇതാണ് ഓഫ്. കഴിച്ചിട്ട് പറ, എന്നാ ദാണ്ടന് കൊടുക്കായിരുന്നു. ഞാനുണ്ട് പറയുക ചോദിച്ചോക്കാം. വലിയ ടൈപ്പ് കൊടുക്കാനുള്ളതൊന്നുമില്ല അല്ലേ ചോദിച്ചാ, വലിയ ടൈപ്പ് കൊടുക്കാനുള്ളതൊന്നുമില്ല. 1 hour later. അങ്ങനെ കാര്യം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരിക്കും. ബിരിയാണി കുഴപ്പമില്ല. ഞാൻ റമീസ വൺ ടൈം നമ്മളെ കൊടുക്കാൻ പോയില്ല, തിന്നിരിക്കാം. അതിന് വേറെ വഞ്ചനായൊക്കൊന്നുമില്ല. അങ്ങനെ ഗൈസ് ബിരിയാണി അലമ്പാട്ട. നമ്മള് ബിരിയാണിയും കഴിച്ചു. ബിരിയാണി വലിയ നൈറ്റില്ല. ഉള്ളിലോട്ട് കയറി അല്ലേ? എന്താ സൂട്. ചിക്കനൊക്കെ ശക്തിയാ. വണ്ടി എടുക്കടാ. എന്ത് വെയിലാടാ. പാട്ടൊക്കെ പിന്നടാ, വണ്ടി എടുക്കാതെ എന്റെ വെയിലടിച്ചിട്ട് കൊല്ലണ്. ഇതാണ് ഞങ്ങളുടെ വട്ടപ്പാറ വളവ്, നീരാൻ പോണ വട്ടപ്പാറ വളവ് അല്ലേ? റോഡ് അങ്ങനെ പോലെ ആ ബസ് വാക്കിലെ ടൈം ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും? ഭയങ്കര തിരക്കുള്ള ബിസിനസ് മാൻ. എനിക്കിപ്പോ 2 മണിക്ക് പോവാണെങ്കിൽ രാവിലെ 10 മണി വരെ കിടന്നുറങ്ങാൻ ടൈം ഇല്ലാത്തത്. ഇനിയിപ്പോ ഇല്ല. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഇനി പോവാ. ഞാനൊന്നല്ല, അത് ശരിയല്ലേ? കോമഡി ആയിരുന്നു. അങ്ങനെ എന്നെ കൊണ്ടാക്കി തരും. അന്നെ ഉണ്ടാക്കി തരും. ഞാൻ പോയിക്കോ. അങ്ങനെ അതാ കാക്കിയും പോകുന്നു. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഇനി അടുത്ത വ്ളോഗുമായി ഷാദിർ കാക്ക വീണ്ടും.